ഗായ്സ് ഇന്ന് നമ്മൾ ബീഫ് ഗ്രില്ല് ചെയ്യാൻ പോവാണ് ഗായ്സ്. ആദ്യമായിട്ടാണ് എന്റെ ലൈഫിൽ ഞാൻ ബീഫ് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. സാഹചര്യം എപ്പെങ്കിലും ബീഫ് ഗ്രില്ല് ചെയ്തിട്ടുണ്ടോ? ബീഫിനെക്കാട്ട് നമ്മളെ മാമനെ ഇമ്പോർട്ടന്റ്. മാമനല്ലേ? മാമൻ വേറെ മൂഡ് ഗസ്റ്റ് ആണ് ബ്രോ. കഷ്ടപ്പാട് നോക്കി മാമനല്ല ഗൈസ്, ഇത് ഭഗവാനാണ്. നമ്മളെ ഭഗവാൻ എല്ലാരും ഇതേപോലെ കണ്ടുപിടിക്കണം. മുകളിൽ കൂടി വിമാനം പോകുന്ന പോവാ. ഗൈസ് ബീഫ് അങ്ങനെ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഗൈസ്. എത്ര മിനിറ്റ് എടുക്കൂ? ഞാൻ നല്ല പുറക്കുന്ന പോത്തും കാലിലും നിന്നിട്ടാവുന്നേ. എന്തെങ്കിലും പൈസ കാശ് ഉണ്ടാകുമ്പോൾ മാത്രം വിളിക്കും ഗൈസ്. ഒരു ഇന്നോവ നിറച്ചു ആള് വന്നിട്ടുണ്ട് ഗൈസ്. റാശി റാശി പറ എന്നാ പറയാനുള്ള എന്റെ യൂട്യൂബ് ചാനലാ. എന്ത് പറയാൻ മുത്തേ, നീ എന്നെ പൊളിയല്ലേ? ഇതാക്കിയ പോസ് ചെയ്തേ. നീ എന്നെ പൊളിയല്ലേ? ഇടയ്ക്ക് നീ ഒന്ന് പോസ് ചെയ്. ഓ ഗായ്സ് നോക്കി ഗായ്സ്, പ്രോട്ടീൻ ഉണ്ട് കേട്ടോ. ആ എനിക്ക് ബീഫിന്റെ ഭക്ഷണം കൂടുതൽ തരാം. പുതുതലമുറക്ക് മാമന് എന്താണ് അഡ്വൈസ് കൊടുക്കാനുള്ളത്? പുതിയ തലമുറയോട് മാമൻ എന്താ പറയാനുള്ളത്? തലമുറയില് മക്കളോട് പറഞ്ഞു തരാനുള്ള എനിക്കിതേ ഉള്ളൂ. നമ്മൾ നന്നായി ജീവിക്കുക, നന്നായി വളരുക, നന്നായി ഇതാകുക. ഒരാളോടും കത്തിറക്കോ ചൊറക്കോ പോകാണ്ട് നമ്മൾ വളരെ ഡീസൻ്റായി ജീവിക്കുക. ഓ നല്ല തീരുമാനം ബ്രോ. മേക്കെട്ടുകാരര് മറ്റുള്ള ആളോട് പാഞ്ഞുകാരര് നമ്മളെ വായിന്ന് ഒരു വെടക്ക് വാക്ക് വീഴാൻ പാടില്ല. കുറച്ചോളം സഹായിച്ചിട്ട് അത്രയേ ഉള്ളൂ. നീ നാളെ ഇട പോകുന്നു? എറണാകുളത്താ? വായക്കാല പണിക്ക് പോവാ? യെസ്. എനിക്കെന്താ പറയാനുള്ളേ? എന്തു പറയാൻ, നിങ്ങളിലേക്ക് നമ്മുടെ ഒരു പുതിയൊരു താരോദയം എത്തുകയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളാണ് റിയൽ സപ്പോർട്ടേഴ്സ്, നിങ്ങളാണ് നമ്മുടെ എല്ലാ ഫാമിലി. ഓ താങ്ക് യു ബ്രോ. മലയാളം വെക്ക്, മലയാളം ഇത് അതെ ആ വെക്ക്, ആ വെക്ക്. ഇതിന് മക്കളെ കാരണം പറഞ്ഞിട്ട് മക്കളെ വിട്ടിട്ടുള്ള കളി കാരണവർക്കില്ല. കാരണം എന്തിനും ഏതിനും രണ്ട് മക്കള് കള്ളനല്ല കൊള്ളയല്ല. ആ എന്റെ മക്കള് വേടന്റെ റാപ്പ്. ഗൈസ് ഗ്രില്ല് ബീഫ് ആയിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഇത് കുക്കായില്ലേ? ഗൈസ് ജലദോഷം വന്നടാ. കത്തി വാങ്ങിച്ചു ഗൈസ്. ഫസ്റ്റ് എല്ലാവർക്കും നല്ല ആവേശമായിരുന്നു. ഇപ്പൊ ഇതാ ആരുമില്ല അല്ലേ? ഒറ്റയ്ക്ക് വീശിക്കൊണ്ടിരിക്കലോ. ജലദോഷം വന്നു. ഒരു റൗണ്ട് ആയി, സെക്കൻഡ് റൗണ്ട് ആണ്. ഫസ്റ്റ് റൗണ്ട് ഏകദേശം തീരാനായി. ടേസ്റ്റ് നോക്കി കഴിഞ്ഞ ഇനി ഇതേ ഉള്ളൂ. കുട്ടിക്കാലത്ത് നമ്മള് അങ്ങനെ കൊറേ വ്യക്തികൾ ആരുമില്ല. ഞാളേലും ഗുണ്ടയില്ല. ഗുളിപ്പില് ജപ്പാൻ മുനിരാമൻ, പിന്നെ കുഞ്ഞുകണ്ടായിവർ, ജേക്കബ്, കുര്യൻ, നടേശൻ. അവരിറങ്ങിയ പിന്നെ ഇല്ല, തീർന്ന് ജീവിതം. അവര് ഈ മുരിങ്ങോടിയിലോ അല്ലെങ്കിൽ മുരിങ്ങോടി ഭരിച്ചിരുന്ന ഇടുക്കിയില് അംസക്ക. നമ്മളെ റോള് എന്ന് പറഞ്ഞാല് അതല്ല, ഇത് എപ്പോ നടക്കുന്ന സംഭവം ഏത് കൊല്ലം കളിക്കുന്ന കളിയാന്ന് വെച്ചാൽ 1986 അങ്ങോട്ട്. ഈ റോഡില്ല, നമ്മളില്ലാത്ത 50 കൊല്ലം മുമ്പ് ഇവന്റെ അയിമ്പല്ല ഒരു 10-40 വർഷം മുമ്പ് റോഡില്ല. ഒരു കൊലയില്ല. അപ്പൊ എന്റെ അളി അറ്റേക്ക് കൊണ്ട് മരിച്ചു. മാമ ഇങ്ങോട്ട് നോക്ക്, സ്ക്രീനിൽ കാണുന്നില്ല. അറ്റേക്ക് ഞാൻ ഒറ്റക്കണ്ട ചുമലിട്ടിട്ടാ. അപ്പൊ എന്റെ ആരും ഒരു ചത്ത ശവം ഒരുത്തൻ എടുക്കണ്ടിക്കല് ഓനാരാ മനസ്സ് പോണു.
അന്ന് ഭാരമ്പ ഇത്രയുള്ള ഭാരം ഗൈസ് ഫൈനലി എല്ലാരും റെഡിയായി ഗൈസ് സാധനം റെഡിയായി ഗൈസ് ഞാൻ എന്തായാലും വീഡിയോ എടുക്കാൻ നിൽക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ പിന്നെ ലാസ്റ്റ് എനിക്ക് കിട്ടില്ല കാരണം ഇവിടെ വയറായി ഗൈസ് താടാ കളിക്കല്ലേ ഞാൻ വീഡിയോ എടുക്കുന്ന വെച്ചിട്ട് നിങ്ങളെ പാട്ട് ചാമില്ല എല്ലാരും ഹാപ്പി അല്ലേ ഗൈസ് സാജിരെ ചെമ്മു ഷാനെ റബ്ബർ ബാൻഡ് പോലെ ഉണ്ട് റബ്ബർ ബാൻഡ് പോലെയാ ഇതല്ലേ ബേബി ഇവന്റെ പാലക്കാട് ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ബീഫ് ഗ്രില്ല് ചെയ്തിരിക്കുന്നത് ബീഫ് കഴിച്ചിട്ടുണ്ട് ബട്ട് ഫസ്റ്റ് ടൈം ഗ്രിൽഡ് ഓണടിച്ച് ഓണടിച്ച് എടാ റാശി സമയത്രേ 12 മണി ഗായ്സ് ഓ എടാ ഈ സ്ഥലത്തിന്റെ പേരെന്തേനും തെറ്റ് ഇതാരാ വീടിയനു ഉസ്മാന്റെ വീഡിയോ ഇല്ല ഉസ്മാന്റെ വീഡിയോ നല്ലടോ ഞാൻ ഒരു വേറെല്ലുണ്ടല്ലോ എടാ നമ്മള് ഇന്ന് ഒരു ദിവസം കൊണ്ട് എന്തെല്ലാം പരിപാടി ഇടാ നടന്നേ ആദ്യമായിട്ട് ഈ 4 പരിപാടിയിൽ നമ്മള് പോയത് ഒരു കാര്യം നടക്കാത്ത സംഭവം അല്ലെ ഒരിക്കലും നമ്മളൊരു സ്കീം 4 പരിപാടി നടന്ന് ചായ പിടിക്കാൻ പോകുമ്പോ അപ്പോൾ 5-8 ആള് വന്ന് ചായ പിടിക്കാൻ പോയി അത് വൈകുന്നേരത്തെ കളി പോകാന്ന് പറഞ്ഞ് അപ്പോൾ ഇന്ന് 4 പേർക്ക് കുളിക്കാനും പോയി അത് കഴിഞ്ഞിട്ട് ബീഫ് ഇടാന്ന് പറഞ്ഞ് 6 ബീഫും ചുട്ട് പിന്നെ ഉണ്ടാരും പറയുന്നത് ഇതേപോലെ വരുമ്പോൾ സന്തോഷം പിന്നെ ഉണ്ടാരും പറയുന്നത് നെടുമ്പോ പോവാന്ന് ഇതാവും ബന്ധിച്ച എന്തോ വരാനിരിക്കുന്നുണ്ട് പോന്ന പോക്ക് പോലീസ് പിടിക്കും ഒരു പേപ്പറും ഇല്ല ഫസ്റ്റ് ഓ പറയ ബ്രോ എന്ത് വീശല് വീശിട്ടാ ഓ ബീഫ് വേറെ ലെവലായി നിങ്ങളെല്ലാം ഫുള്ള് ക്യാമറ ഓടാകുമ്പോ ക്യാരക്ടറെ മാറിയല്ലോ ബ്രോ അല്ലേ എല്ലാരും ചേട്ടന്റെ പേരെന്താ ശശി നമ്മള് വീഡിയോ എടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ നമ്മള് ചെറിയ യൂട്യൂബിൽ വ്ളോഗെല്ലാം ചെയ്യുന്നുണ്ട് ചേട്ടന് ചിരിയാണ്ടോ ഗൈസ് ചേട്ടാ എനിക്ക് ബൂസ്റ്റ് മതി കേട്ടോ വിത്തൗട്ട് അല്ല ചേട്ടന് എടുത്ത് ഏതായാലും കുഴപ്പമില്ല ചേട്ടാ എത്ര മണി വരെ ഉണ്ടാവും കടയില് 11 മണി വരെയോ ഇതിന്റെ പ്രശ്നം കുന്നക്കായ് ഫുള്ള് മധുരം എന്നാലും എനിക്ക് ഷുഗർ തരില്ല ആ പാവൻ ചങ്ങായിരുന്നു ബൂസ്റ്റ് എടുത്തിട്ട് കുറച്ച് മധുരം ഇട്ടു എനിക്ക് കടിച്ചു അല്ലേ എന്നാ മുന്നു ഈ രാത്രി 12 മണിക്കെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ ചേട്ടാ എനിക്ക് ബൂസ്റ്റ് ഡബിൾ ബൂസ്റ്റ് മധുരം ഇടണ്ട കേട്ടോ പക്ഷെ 2 പാക്കറ്റ് ബൂസ്റ്റ് വേണം എനിക്ക് മസ്റ്റാ ഗൈസ് ലാസ്റ്റ് ഇവിടെ കറണ്ട് പോയി ഗൈസ് ഇനി മെഴുകുതിരി വൈബ് ക്യാൻഡിൽ വൈബ് ചായ ഒന്നും വേണ്ട കേട്ടാ ബൂസ്റ്റ് മതി 2 മുറുക്കെല്ലാം തീർന്നു ബ്രോ ഇതാ മുറുക്കിന്റെ പാത്രം ഇതാ ഈ ഒരു മൂഡിന് എന്താ പറയാന്നറിയില്ല ഗൈസ് രാത്രി 12 മണിക്ക് കറണ്ട് പോയി ഫുൾ ഇവിടെ ഫയർ റെഡിയാ ഫുൾ അറ്റാക്കിങ് ചേട്ടൻ ഇവിടെ ഒറ്റക്കോ എന്തൊക്കെയോ എടുത്ത് വാരി കഴിക്കുന്നുണ്ട് ഗൈസ് എത്ര മുറുക്ക് എടുത്ത് മുത്തേ ചെമ്മു മുറുക്കിന്റെ കണക്ക് മൊത്തം ചെമ്മുവിന് എടുത്താ 3 എണ്ണ 5 എണ്ണം നീ തിന്നുന്ന ഇന്നലെ തലശ്ശേരി 9 സമൂസ തന്നിട്ട് ഒരു ചായന്റെ ഒരു സമൂസന് പൈസ കൊടുത്തിട്ട് വന്നു അങ്ങനെയൊന്നും പറയല്ല ചേട്ടന് ഫീൽ ആവും കേട്ടോ 9 സമൂസ കേട്ടാ നീ എത്ര കൊടുത്തേ നീ സത്യസന്ധമായിട്ട് ക്യാമറ നോക്കിട്ടോ നീ എത്ര സമൂസ സമൂസന്റെ പൈസ കൊടുത്തേ ഇവൻ അനിയൻ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഏത് കടയിൽ നിന്നാ മുതലാളി ഈ വീഡിയോ കാണുന്നുണ്ട് ഇത് തലശ്ശേരിയില് ചായ സ്പോട്ട് ഇതാ നോക്കിയേ ഇവനെ നോക്കിയേ എന്തിനാടാ വെറുതെ അല്ലേ സത്യോ എടാ ചാമ്പി വിടുന്ന നോക്കടാ ആടാ ആ ചേട്ടനെ പേടിയുണ്ടോ ചേട്ടൻ ഇതാടാ എഴുതി വെക്കുന്നുണ്ട് ഞാനൊരു മുറുക്കേ
അതൊക്കെ വെറുതെ ഫണ്ണായിട്ട് പറയുന്നത്. എന്നാ മുന്നു നീ സീരിയസ് ആണ്? എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അവര് നെഗറ്റീവ് നെഗറ്റീവ് വിചാരിക്കും. അത് നീ പറഞ്ഞ കാര്യം. 2 1 3 കൂട്ടി ഒന്ന് കൂട്ടി 2 ചെയ്തിട്ടുള്ളൂ. അപ്പാട് കളനാക്കല്ലേ ചേട്ടാ വെറുതെ പറഞ്ഞേട്ടോ. ഐഡിയ നീ ഇവർക്ക് ഒരാഴ്ചത്തേക്കുള്ള ബ്ലോഗിന്റെ കിട്ടി. ഇത് സിനിമ പോലെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ഒരു ഡേ മൊത്തം ചേട്ടന് ടെൻഷൻ ഉണ്ടായിട്ട് ചേട്ടൻ ഓർമ്മയില്ല നമുക്ക് എന്തെല്ലാം വന്ന്. ചേട്ടൻ ഒന്നും നോക്കണ്ട. ചേട്ടൻ കുറെ മേടിച്ചു, കൂടുതൽ മേടിച്ചു. പൈസ വരുന്ന മൊത്തം സാഹചര്യ സാഹചര്യമൊന്നും ശ്രദ്ധിച്ചില്ല. സാധനം നിങ്ങൾ തന്നെ എടുക്കുന്നത് നിങ്ങൾ തന്നെ കണക്കോളാം. അത് നമ്മൾ തരും ചേട്ടാ. ഡോണ്ട് വറി.